അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 7th യൂണിറ്റാണ്. പാഠത്തിൻ്റെ പേര് അൽ യൗമുൽ ആഖിർ, അവസാന നാൾ. ഈ പാഠത്തിൽ മുളാരി മഅറൂഫ് മുസ്ബത്ത് മൻഫീനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. നമുക്ക് ആദ്യം പാഠഭാഗത്തിൽ വാക്കുകളുടെ അർത്ഥം നോക്കാം. എന്നിട്ട് ഇതിൽ പറയുന്ന വിഷയങ്ങൾ നമുക്ക് ഒന്ന് വിശദീകരിച്ച് കേൾക്കാം. അൽ യൗമുൽ ആഖിർ, അവസാന നാൾ. അൽ ആലമു കുല്ലുഹു ഫാനിൻ, പ്രപഞ്ചം മുഴുവനും നശിക്കുന്നതാണ്. വലാ യബ്ക അഹദുൻ ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു അല്ലാതെ ഒരാളും അവശേഷിക്കുകയില്ല. യൻഫോ ഇസ്രാഫിൽ അലൈഹിസ്സലാം ഫി സൂരി ബി അംരില്ലാഹി തആല അവലൻ, ആദ്യം ഇസ്രാഫിൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കാഹാലത്തിൽ ഊതും. ഫൈദ തഹദിമുൽ ബിനാഉ വൽ ജിബാലു, അപ്പോൾ പർവ്വതങ്ങളും കെട്ടിടങ്ങളും തകർന്നടിയും. വ യഫ്നൽ ഖലായിഖു കുല്ലുഹ, എല്ലാ സൃഷ്ടികളും നശിക്കും. വല യബ്ക ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനും അജയ്യനുമായ അല്ലാഹു അല്ലാതെ ഒന്നും അവശേഷിക്കുകയില്ല. വൈദ നഫഖ നഫഖതൻ സാനിയതൻ, രണ്ടാമത്തെ ഊത്ത് ഊതുകയും ചെയ്താൽ. യബഅസുല്ലാഹുൽ മൗത കുല്ലുഹും, മരണപ്പെട്ട എല്ലാവരെയും അല്ലാഹു പുനർജീവിപ്പിക്കും. വ യഹ്ശുറുഹും, അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. വ യുഹാസിബുഹും, അവരെ വിചാരണ ചെയ്യുകയും ചെയ്യും. വ യഹ്കുമു ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കും. വ യുദ്ഖിലുൽ മുഅ്മിനീന ഫി ജന്നാത്തി നഈം, വിശ്വാസികളെ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. വൽ കാഫിരീന ഫി നാരി ജഹന്നമ, കാഫിരീങ്ങളെ അവൻ നരകത്തിലും പ്രവേശിപ്പിക്കും. ജഅലനല്ലാഹു മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇത്രയുമാണ് പാഠഭാഗം ഉള്ളത്. ഇനി അതിലുള്ള ചർച്ച. നെറ ഫീമ സബക്ക അഫ്ആലൻ മുലവനത്തൻ, മുകളിൽ നിറം കൊടുക്കപ്പെട്ട ഫീലുകൾ നാം കണ്ടു. വഹിയ, അവ. എൻഫുഹു, ഊതും ഊതുന്നു. തഅദിമു, തകർന്നടിയും തകർന്നടിയുന്നു. തഫ്ന, നശിക്കും നശിക്കുന്നു. യബ്അസു, പുനർജീവിപ്പിക്കും പുനർജീവിപ്പിക്കുന്നു. യഹ്ശുറു, ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കൂട്ടുന്നു. യുഹാസിബു, വിചാരണ ചെയ്യും വിചാരണ ചെയ്യുന്നു. യഹ്കുമു, വിധിക്കും വിധിക്കുന്നു. യുദ്ഖിലു, പ്രവേശിപ്പിക്കും പ്രവേശിപ്പിക്കുന്നു. ഈ പദങ്ങൾ കുല്ലുവ മുസ്തഖ്ബിലുൻ മഅറൂഫുൻ മുസ്ബത്തുൻ, എല്ലാം മുളാരി മഅറൂഫും മുസ്ബത്തായ ഫീലുകൾ ആകുന്നു. അഥവാ വർത്തമാന കാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ ആകുന്നു. വ ഇബ്നുൽ ഫീലുൽ മുളാരി, മുളാരിയെ ഉണ്ടാക്കുന്ന വിധം. ബിസിയാദത്തിൽ യായി വത്തായി വൽ അംസത്തി അവൽ നൂനി ഫി അവൽ മാലി, മാലിയുടെ തുടക്കത്തിൽ യാവ് താവ് അംസ് നൂന് എന്നിവയിലൊന്ന് ചേർക്കലാണ്. വതുസമ്മ ഹാദിൽ അഹ്റുഫുൽ അർബഅത്തു അഹ്റുഫുൽ മുളാറാത്തിൻ, ഈ 4 അർഫുകൾക്കാണ് മുളാറാത്തിന്റെ അർഫുകൾ എന്ന് പറയുന്നത്. അത്തൈന എന്ന് നമുക്ക് ചുരുക്കി പറയാം. നെഹു, ഉദാഹരണം. യഫ്അലു, അവൻ പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നു. യൽരിബു, അവൻ അടിക്കും അടിക്കുന്നു. തഫ്അലു, നീ പ്രവർത്തിക്കും നീ പ്രവർത്തിക്കുന്നു. തൻസുറു, നീ സഹായിക്കും നീ സഹായിക്കുന്നു. അഫ്അലു, ഞാൻ പ്രവർത്തിക്കും ഞാൻ പ്രവർത്തിക്കുന്നു. അക്തുബു, ഞാൻ എഴുതും ഞാൻ എഴുതുന്നു. നഫ്അലു, ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നഷ്ഹദു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കും ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അൽ ഫീലുൽ മുളാരി, മുളാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ ഫീലുൻ യദുല്ലു അലാ വുഖൂഇ അംരിൻ ഫി സമാനിൽ മുസ്തഖ്ബിലി അവൽ ഹാലിർ, ഭാവിയിലോ വർത്തമാനകാലത്തോ സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന ക്രിയയെയാണ്
അഥവാ പ്രവൃത്തി അല്ലെങ്കിൽ ഫിയലിനെയാണ് മുസ്തഖ്ബിലായ ഫിയല് അല്ലെങ്കിൽ ഹാലിറായ ഫിയല്, മുസ്തഖ്ബിലോ ഹാലിലോ പ്രവർത്തിച്ച കാര്യത്തിന് മേൽ അറിയിക്കുന്ന ഫീലിനാണ് മുലാരിയായ ഫീല് എന്ന് പറയുന്നത്. വൈദ ദഖൽത അലൈഹി സീനു ഔ സൗഫ, മുലാരിയായ ഫീലിന് മുമ്പിൽ സീന് സൗഫ എന്നിവ പ്രവേശിച്ചാൽ യഖ്തസു ബി സമാനിൽ ഇസ്തിഖ്ബാൽ, ഭാവി കാലത്തിന്റെ മേൽ പ്രത്യേകമാക്കും. ഉദാഹരണം നെഹ്വ, ഉദാഹരണം സയജ്അലുൽ റഹ്മാനു വുദ്ദ, കാരുണ്യവാനായ അല്ലാഹു അവരോട് സ്നേഹബന്ധം സ്ഥാപിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാലിയാ ഫീലിനെ മുലാരിയാക്കണമെങ്കിൽ തുടക്കത്തിൽ അലിഫ്, യാവ്, താവ്, നൂന് ഇവയിലേതെങ്കിലും ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ മുലാരിയുടെ അർത്ഥം ലഭിക്കും. അഥവാ വർത്തമാനകാലത്തിന്റെ അർത്ഥം വരും, ഭാവി കാലത്തിന്റെ അർത്ഥം രണ്ടും ഉപയോഗിക്കാം. ഇനി മുലാരിനെ ഭാവി കാലത്തെ മാത്രം പ്രത്യേകമായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫീലിന് തുടക്കത്തിൽ സീന് അല്ലെങ്കിൽ സൗഫ ചേർക്കുക. മുലാരിയായ ഫീലിന് മുമ്പിൽ സീന്, സൗഫ എന്നിവ പ്രവേശിപ്പിക്കുക. യഖ്ദുസു സമാൽ ഇസ്തിഖ്ബാല്, ഭാവി കാലത്തിന്റെ മേൽ പ്രത്യേകമാക്കുന്ന ഉദാഹരണം സയജ്അലു റഹ്മാൻ ഉദ്ദ, കാരുണ്യവാന അല്ലാഹു അവരോട് സ്നേഹബന്ധം സ്ഥാപിക്കുക തന്നെ ചെയ്യും. വസൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടാം. വൈദ ദഖൽത അലൈഹി ലാമുൽ ഇബ്തിദായി യഖ്തസു ബി സമാനിൽ ഹാലിർ, മുലാരിന്റെ ആദ്യത്തിൽ ലാമ് ചേർത്താൽ വർത്തമാനകാലത്തിന്റെ മേൽ പ്രത്യേകമാക്കും. ഇനി വർത്തമാനകാലത്തിന് മേൽ പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ മുലാരിയ ഫീലിന്റെ തുടക്കത്തിൽ ലാമ് ചേർക്കുക. ഉദാഹരണം യഫ്അലു, അവൻ ചെയ്യുന്നുണ്ട്. വൈദ ദഖൽത ലാ അവ്വലിൽ ഫീൽ മുലാരി യകൂന മൻഫിയൻ, മുലാരിന്റെ ആദ്യത്തിൽ ലാ കടന്നാൽ മൻഫിയാവും. ഇനി ലാ എന്ന് നീട്ടിക്കൊണ്ടാണെങ്കിൽ അത് മൻഫിയായിട്ട് ഉപയോഗിക്കും, ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിൽ വരും. ഉദാഹരണം ലാ യഫ്അലു, അവൻ പ്രവർത്തിക്കുകയില്ല. നഖറോ നമുക്ക് വായിക്കാം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതി കൊണ്ടും നന്മ കൊണ്ടും നിശ്ചയം അല്ലാഹു കൽപ്പിക്കുന്നു. അശ്ശംസു വൽ ഖമറു യസ്ജുദാൻ, സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യുന്നുണ്ട്. വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, ഇസ്ലാമിൽ ആളുകൾ പ്രവേശിക്കുന്നതായി താങ്കൾ കാണുകയും ചെയ്താൽ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുകയില്ല. അൽ ഉമ്മു തൻസൗ ഔലാദഹ, ഉമ്മ തന്റെ മക്കളെ ഉപദേശിക്കുന്നു. നെഹ്നു നർസുഖുകും വയ്യാക്കും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്ന നാമാണ്. വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫൾന ഫുറൂജഹുന്ന, സത്യവിശ്വാസിനികളോട് അവരുടെ കണ്ണുകൾ താഴ്ത്താനും ഗുഹ്യസ് ഭാഗങ്ങൾ സൂക്ഷിക്കാനും താങ്കൾ കൽപ്പിക്കുക. നുജീബോ, നമുക്ക് ഉത്തരമേതാം. കൈഫ ഇബ്നുൽ മുലാരി, മുലാരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബിസിയാദത്തിൽ യായി അവിത്തായി അവിൽ അംസത്തി അവിൽ നൂനി ഫി അവൽ മാലി, മാലിയുടെ മുന്നിൽ യാവ്, താവ്, അംസ, നൂനി എന്നിവയിലാണ് ചേർക്കൽ കൊണ്ട്. 2 ആഹുറുഫുൽ മുലാരി മാഹിയ, മുലാരിന്റെ അക്ഷരങ്ങളേതെല്ലാം? യാവ്, താവ്, അംസ, നൂന്. അൽ ഫിൽ മുലാരി യദുല്ലു അലാമ, മുലാരി ഫീൽ എന്തിനു മേൽ സൂചിപ്പിക്കുന്നു? ഫീലിൻ യദുല്ലു അലാ വുഖൂഇ അംറിൻ ഫി സമാനിൻ മുസ്തഖ്ബിലി അവിൽ ഹാലിരി, ഭാവിയിലെ വർത്തമാനകാലത്തിലോ സംഭവിച്ചൊരു കാര്യത്തെ മേൽ സൂചിപ്പിക്കുന്ന കാര്യമാണ്, സൂചിപ്പിക്കുന്ന ക്രിയയാണ്. ഇനി നുസരിഫു, സർഫാക്കാം. യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലീന തഫ്അലാനി തഫ്അൽന, അഫ്അലു നഫ്അലു. യഫ്അലു, അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കും. യഫ്അലാനി, അവർ 2 പുരുഷന്മാർ പ്രവർത്തിക്കും. യഫ്അലൂന, അവർ പല പുരുഷന്മാരും പ്രവർത്തിക്കും. തഫ്അലു, അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും. തഫ്അലാനി, അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കും. യഫ്അൽന, അവർ പല സ്ത്രീകൾ പ്രവർത്തിക്കും.
തഫ്അലു നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും, തഫ്അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും, തഫ്അലൂന നിങ്ങൾ പല പുരുഷന്മാരും പ്രവർത്തിക്കും, തഫ്അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും, തഫ്അലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും, തഫ്അല നിങ്ങൾ പല സ്ത്രീകളും പ്രവർത്തിക്കും, അഫ്അലു ഞാൻ പ്രവർത്തിക്കും, നഫ്അലു ഞങ്ങൾ പ്രവർത്തിക്കും. ഇനി അതേപോലെ യഅ്മുറു സർഫാക്കണം. യഅ്മുറു യഅ്മുറാനി യഅ്മുറൂന, തഅ്മുറു തഅ്മുറാനി യഅ്മുർന. ഇല്ല, തഅ്മുറു തഅ്മുറാനി തഅ്മുറൂന, തഅ്മുരീന തഅ്മുറാനി തഅ്മുർന, അഅ്മുറു നഅ്മുറു. ലാ യസ്ജുദു ലാ യസ്ജുദാനി ലാ യസ്ജുദൂന, ലാ തസ്ജുദു ലാ തസ്ജുദാനി ലാ യസ്ജുദുന, ലാ തസ്ജുദു ലാ തസ്ജുദാനി ലാ തസ്ജുദൂന, ലാ തസ്ജുദീന ലാ തസ്ജുദാനി ലാ തസ്ജുദുന, ലാ അസ്ജുദു ലാ നസ്ജുദു. അതേപോലെ യഅ്ബുദു യഅ്ബുദാനി യഅ്ബുദൂന, തഅ്ബുദു തഅ്ബുദാനി യഅ്ബുദുന, തഅ്ബുദു തഅ്ബുദാനി തഅ്ബുദൂന, തഅ്ബുദീന തഅ്ബുദാനി തഅ്ബുദുന, അഅ്ബുദുന അഅ്ബുദു, ലാ യൻസുറു ലാ യൻസഹു, ലാ യൻസഹാനി ലാ യൻസൗന, ലാ തൻസു ലാ തൻസാനി ലാ യൻസഹന, ലാ തൻസു ലാ തൻസാനി ലാ തൻസൗന, ലാ തൻസഹീന ലാ തൻസഹാനി, ലാ തൻസന, ലാ അൻസഹു ലാ നൻസഹു. യഹ്ഫളു യഹ്ഫളാനി യഹ്ഫളൂന, തഹ്ഫളു തഹ്ഫളാനി യഹ്ഫളുന, തഹ്ഫളു തഹ്ഫളാനി തഹ്ഫളൂന, തഹ്ഫളീന തഹ്ഫളാനി തഹ്ഫളുന, അഹ്ഫളു നഹ്ഫളു. ലാ യർസുഖു ലാ യർസുഖാനി ലാ യർസുഖൂന, ലാ തർസുഖു ലാ തർസുഖാനി ലാ തർസുഖു, ലാ യർസുഖു ലാ യർസുഖാനി ലാ യർസുഖൂന, ലാ തർസുഖു ലാ തർസുഖാനി ലാ യർസുഖുന, ലാ തർസുഖു ലാ തർസുഖാനി ലാ തർസുഖൂന, ലാ തർസുഖീന ലാ തർസുഖാനി ലാ തർസുഖിന, ലാ അർസുഖു ലാ നർസുഖു. നജീബു ഉത്തരം പറയാം. കൈഫ ഇബ്നുൽ മുളാരി, അതുപോലെ തന്നെ അഹ്റുഫുൽ മുളാറാത്തി മാഹിയ, ഫീൽ മുളാരി യദുല്ലു അലാമ. ഈ മൂന്ന് ചോദ്യോത്തരങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അൽഫാദ് പഠിക്കാനുണ്ട്. അൽഫാദ് എന്ന് പറഞ്ഞാൽ ഓരോ ഫീലും അത് എന്താണെന്ന് വിശദമാക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും. അതിനെ ലമീറും പഠിക്കണം. യഫ്അലു എന്നുള്ളത് മുദക്കർ വാഹിദുൽ ആയിബു മിനൽ മുസ്തഖ്ബിൽ മാറൂഫ് മുസ്ബത്ത്. ആദ്യത്തെ മൂന്നെണ്ണം മുദക്കർ വാഹിദ് മുദക്കറിൻ്റെ ആണ്. പിന്നത്തെ മൂന്നെണ്ണം മുഅന്നസ് വായിബ്. ആദ്യത്തെ മൂന്നെണ്ണം മുദക്കർ വായിബ്, പിറ്റത്തെ മൂന്നെണ്ണം മുഅന്നസ് വായിബ്, പിന്നെ മൂന്നെണ്ണം മുദക്കർ ഹാലർ, അടുത്ത മൂന്നെണ്ണം മുഅന്നസ് ഹാലർ, പിന്നത്തെ രണ്ടെണ്ണം മുത്തക്കല്ലിമ്. ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. ഒന്നാമത്തെ ഫീലിന് വാഹിദ്, രണ്ടാമത്തിൽ മുസന്ന, മൂന്നാമത്തിൽ ജംഉ എന്ന് കൂട്ടിക്കൊടുക്കാം. പിന്നെ മുസ്തഖ്ബിൽ മാറൂഫ് മുസ്ബത്ത് എന്നുള്ളത് എല്ലാ ഫീലിലും നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അവസാനത്തെ രണ്ടെണ്ണം മുത്തക്കല്ലിമിന്റെ ഫീൽ, അത് പ്രത്യേകം ശ്രദ്ധിച്ചു പോയി. ഒന്നാമത്തെ മുത്തക്കല്ലിം വാഹിദ്, രണ്ടാമത്തെ ജമ്മു മുത്തക്കല്ലിം. പിന്നെ മിനൽ മുസ്തഖ്ബിൽ മാറൂഫ് മുസ്ബത്ത് എല്ലാത്തിലും പഠിക്കണം. അപ്പോൾ മിനൽ മുസ്തഖ്ബിൽ മാറൂഫ് മുസ്ബത്ത് എന്നുള്ളത് ബൈഹാട്ട് ചെയ്യുക. പിന്നെ അതിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ഫീലാണ് വാഹിദ്, രണ്ടാമത്താണ് മുസന്ന, മൂന്നാമത്താണെങ്കിൽ ജം എന്ന് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ മൂന്നെണ്ണം പേരാണെങ്കിൽ മുദക്കർ വായിബായിരിക്കും, പിന്നെ മൂന്നെണ്ണമാണെങ്കിൽ മുഅന്നസ് വായിബായിരിക്കും, അടുത്ത മൂന്നെണ്ണമാണെങ്കിൽ മുദക്കർ ഹാലർ ആയിരിക്കും, അടുത്ത മൂന്നെണ്ണം മുഅന്നസ് ഹാലർ, പിന്നെ ലാസ്റ്റത്തെ രണ്ടെണ്ണം മുത്തക്കല്ലിം. ഇത്രയും ഉള്ളൂ. ഇനി മൻഫി ആണെങ്കിൽ മൻഫി ഇതേപോലെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ലൈഫിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, മാറ്റം വരെ മുസ്ബത്തുള്ളത് മൻഫി ആക്കും. അത്രയും മാറ്റം ഉണ്ടാവുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.